നമ്മൾ ഈ ആരാധന എന്നുള്ള പദം തിരുവചനത്തിനകത്ത് ഒരുപാട് സ്ഥലത്ത് ആവർത്തിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ആ ആരാധന എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റാൻ ആ, പറ്റാത്ത ഒരു കാര്യമാണ്. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ആരാധനയാണ്. 24/7 ഈ ഭൂമിയിലാണ് കണക്കുള്ളത് എങ്കിലും ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ 24 മണിക്കൂറും ഭൂമിയിലെ കണക്ക് വെച്ചിട്ട് സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ആരാധനയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക ഗ്രൂപ്പ്, അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഗ്രൂപ്പ് ഹെവനിലുണ്ട്. ഒരു 24 മണിക്കൂർ എന്നുള്ള പദം ഞാൻ ഉപയോഗിക്കുന്നില്ല. എവറി ടൈം, എപ്പോഴും, എല്ലാ നിമിഷവും, എല്ലാ സമയവും അവർ മടുത്തു പോകാതെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സഭായോഗത്തിൽ നമ്മൾ ചെയ്യുന്നതോ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പാട്ട് പാടുന്നതോ ഒന്നുമല്ല. എവറി ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്. അത് എല്ലാ സമയത്തും എല്ലാ സെക്കൻഡിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യത കയറണം. ഇനി എന്താണ് ഈ ആരാധന എന്ന് ഞാനിങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഗൗരവം മനസ്സിലാകും. ഞാനതിനകത്ത് ഞാൻ ഈ ബൈബിളിലെ റെഫറൻസുകൾ എടുക്കാത്തത് ഈ സമയം പരിധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാനെങ്കിലും ഓടിച്ച് ഈ കൂടെ പറയുന്ന വചനങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിന് ശേഷം നിങ്ങൾ റെഫർ ചെയ്യുകയോ ചെയ്യുക. രണ്ട് പ്രധാന പദങ്ങളാണ് ആരാധന എന്നുള്ളതിന് ഈ ബൈബിളിൽ കാണാൻ പറ്റുന്നത്. റോമലേഖനം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ആരാധന എന്നുള്ളതിനെ യാഗമായിട്ടാണ് കാണുന്നത്. ആരാധന, യാഗം, ഇതെല്ലാം ഈ അതിൻ്റെ എല്ലാം റിസൾട്ടുകൾ ഒന്നാണ്. ഇനി ഈ എന്താണ് ആരാധന? അതിന് ഈ പ്രധാനമായിട്ടും രണ്ട് പദങ്ങളാണ് ഉള്ളത്. ഈ ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് ശാഖ എന്ന പദമാണ്. എബ്രായ പദത്തിൽ കിടക്കുന്നത് ശാഖ എന്ന പദമാണ്. ശാഖ. ഈ ശാഖ എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനിക്കുക, വണങ്ങി നമസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മുടെ കർത്താവിനെ ബഹുമാനിക്കുക. നമ്മൾ എന്തിനാണ് കർത്താവിനെ ബഹുമാനിക്കേണ്ടത്? നമുക്ക് ഈ യെശയ്യാ പ്രവാചകൻ 6-ാം അധ്യായം അതിലെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. ഞാൻ ആ റെഫറൻസ് ഒന്നെടുത്ത് വായിക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കേണ്ടതിന് വേണ്ടി. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്ക്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. 3-ാമത്തെ വാക്യം, ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പം ഈ സ്വർഗത്തിൽ നടക്കുന്ന ആരാധനയിൽ സറാഫുകൾ തമ്മിൽ പറയുന്ന പ്രധാന പദമാണ് യഹോവ പരിശുദ്ധൻ. നിങ്ങളെ പദം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ട്? യഹോവ പരിശുദ്ധൻ. ഈ ബഹുമാനിക്കുക എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. വിശുദ്ധിയിൽ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ വിശുദ്ധനായി എന്ന് പറയുകയല്ല. എൻ്റെ പിതാവ്, സ്വർഗത്തിലെ എൻ്റെ പിതാവാകുന്ന ദൈവം, അവൻ വിശുദ്ധനാണ്. അവൻ വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്. അവൻ്റെ വിശുദ്ധിയെ ഞാൻ ബഹുമാനിക്കുക എന്നുള്ളതാണ് ആരാധനയുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇത് ഒരുപാട് വിസ്തൃതിയിൽ നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ എല്ലാം നമ്മൾ സംസാരിക്കുന്നില്ല. ഇതിനകത്ത് മറ്റൊരുപാട് ആശയങ്ങൾ, മറ്റൊരുപാട് വ്യൂ ഉണ്ട്. ഒന്നും തെറ്റല്ല. ഇതിനകത്ത് 1-2 ഏരിയ മാത്രം ഞാനിങ്ങനെ തൊടുന്നു, കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാനിങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മളിന്ന് സംസാരിച്ചത്, അവൻ ഈ ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിയെ, ദൈവത്തിൻ്റെ പരിശുദ്ധിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ആരാധനയുടെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഹൃദയത്തിനകത്ത് ദൈവത്തോടുള്ളൊരു ബഹുമാനവും ഒരു ആദരവും ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ചർച്ചിൽ വരുമ്പോഴും അവൻ്റെ വിശുദ്ധി നമ്മൾ ബഹുമാനിക്കണം. അതിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും നമുക്ക് പറ്റില്ല. കവിണ്ണ് വീണ്
കിടന്ന് അവൻ്റെ ആ വിശുദ്ധിയെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ആരാധനയുടെ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഞാനതിനെ കുറച്ചും കൂടെ അതിൻ്റെ അടുത്തൊരു പദം കൂടെ ഞാൻ പറയാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് ആരാധിച്ചത് ആരാണ്? ആദ്യമായിട്ട് വചനത്തിൽ യാഗം കഴിക്കുന്നത് ആരാണ്? ഒരു ദിവസം വായിക്കുമ്പോൾ നമുക്കറിയാം, ഹാബേലും കയീനുമാണ് ആദ്യമായിട്ട് യാഗം കഴിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് യാഗം കഴിക്കാൻ പോകുമ്പം കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല, ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കയീൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? ആ സമയത്ത് എപ്പോഴെങ്കിലും യാഗക്രമങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, ഇന്നതാണ് യാഗക്രമം എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ലേവ്യ പുസ്തകത്തിലാണ് എനിക്ക് തോന്നുന്നു യാഗക്രമങ്ങളെ പറ്റിയുള്ള വിശദീകരണം ദൈവസഭയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കയ്യനും ഹാബേലും യാഗം കഴിക്കുമ്പോൾ യാഗക്രമങ്ങൾ എന്താണെന്നോ, ഏത് തരത്തിലുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്നും, ഭോജനയാഗം, ഹനനയാഗം എന്ന് തുടങ്ങുന്ന യാഗക്രമങ്ങളെ പറ്റിയുള്ള യാതൊരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇല്ലാതെ കയ്യനും ഹാബേലും യാഗം കഴിക്കുന്നു. അതിൽ എന്തുകൊണ്ടാണ് കയ്യൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? അതിൽ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് പൗലോസ്: വിശ്വാസത്താൽ ഹാബേൽ യാഗം കഴിച്ചു. അപ്പം ഹാബേലിൻ്റെ യാഗത്തിനകത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനതൊന്ന് വിശദീകരിക്കാം. അതിനു മുമ്പ്, നമ്മുടെ ആരാധനയ്ക്കകത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തും വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയിൽ റിസൾട്ട് ഉണ്ടാകില്ല. വിശ്വാസമില്ലാത്ത ആരാധനയിൽ റിസൾട്ട് ഉണ്ടാകില്ല. വിശ്വാസമില്ലാത്ത ജീവിതശൈലിയിൽ, ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു സ്ഥലത്ത് എനിക്ക് തോന്നുന്നു മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായമാണെന്ന് തോന്നുന്നു, വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യം കിടക്കുന്നുണ്ട്. യേശുവിന് എനിക്ക് തോന്നുന്നു യെരുശലേം ആണെന്ന് തോന്നുന്നു, അവിടെ കിടക്കുന്നൊരു വാക്ക് ഇങ്ങനെ കിടക്കുന്നു: അവന് അത്ഭുതങ്ങൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സാക്ഷാൽ യേശുവിന് അത്ഭുതം ചെയ്യണമെന്നും കഴിഞ്ഞില്ല. അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ റീസൺ കിടപ്പുണ്ട്: അവരുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അപ്പോൾ പ്രധാനമായിട്ടും ഈ ആഴ്ചകളിൽ ഉള്ളിൽ ഗ്രഹിക്കേണ്ട കാര്യം, നിങ്ങളുടെ അകത്തൊരു ഭയങ്കര വിശ്വാസം ഉളവാകട്ടെ. എല്ലാ വിശ്വാസങ്ങളും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോകട്ടെ. എല്ലാ സംശയങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങിപ്പോകട്ടെ. ഒരു തീവ്രമാകുന്ന വിശ്വാസം ഉള്ളിൽ ജനിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനി ശ്രദ്ധിച്ചേ, കയ്യൻ്റെ യാഗമുണ്ട്, ഹാബേലിൻ്റെ യാഗമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കയ്യൻ്റെ യാഗത്തിൽ പ്രസാദിക്കാതെ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത്? ഒന്ന്, എബ്രായലേഖനം 11-ന്റെ റെഫറൻസിൽ ഞാൻ പറയുന്നു, ഹാബേലിൻ്റെ യാഗത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അവൻ്റെ ചോദ്യം, കയ്യൻ്റെ യാഗത്തിൽ വിശ്വാസമില്ലായിരുന്നോ? വിശ്വാസമില്ലാതെയാണോ കയ്യൻ യാഗം കഴിച്ചത്? ദൈവം ഇറങ്ങുന്നൊരു വിശ്വാസമില്ലാതെ ആരെങ്കിലും യാഗം കഴിക്കുമോ? ഇവിടെ ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഹാബേൽ എന്തിനെ വിശ്വസിച്ചിരുന്നു എന്ന് നമ്മൾ നോക്കണം. ഇനി നോക്കണം, നമ്മൾ രണ്ടുപേരുടെ യാഗങ്ങൾ, ആ യാഗ രീതികൾ നോക്കണം. അതിൽ കയ്യന് യാഗം കഴിക്കുന്നത് തൻ്റെ ഈ നിലത്തെ ഫലത്തിൽ നിന്നും ആണ് യാഗം കഴിക്കുന്നത്. അതിലൊരു ട്രാൻസ്ലേഷനിൽ ഞാൻ വായിച്ചത്, കയ്യൻ തൻ്റെ അധ്വാനത്തിൽ നിന്ന് നിലത്തിൽ നിന്നും ഒരു ഫലം കൊണ്ടുവന്നു, അത് യാഗം കഴിച്ചു കയ്യൻ്റെ അധ്വാനത്തിൽ. നേരെ മറിച്ച് ഹാബേലിൻ്റെ യാഗം നിങ്ങൾ നോക്കണം. അവിടെ കിടക്കുന്നത് ഈ ഹാബേലിൻ്റെ ഈ അധ്വാനത്തിൽ നിന്നല്ല, മേധസ്സുള്ള നല്ല ഊനമില്ലാത്ത ഒരു ആടിനെയാണ് ഹാബേൽ യാഗം കഴിക്കുന്നത്. ആടിനെ അവിടെ വിശേഷിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അവിടെ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, അതിനകത്ത് ആടിനെ പറ്റി വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഹാബേലും ആട്ടിൻകൂട്ടത്തിൽ 4:4 ഹാബേലും ആട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ നിന്ന്, അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. കടിഞ്ഞൂലുകൾ, അതിനെ മേധസ്സിൽ നിന്ന് ഊനമില്ലാത്ത ഒരാടിനെയാണ് ഹാബേൽ യാഗം കഴിച്ചത്. നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടി. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഹാബേൽ യാഗം കഴിക്കുന്നതൊരു നിഴലാണ്. യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിനെ, ആ കാൽവറി മരണത്തെയാണ് ഹാബേൽ വിശ്വസിച്ചത്. ഇനി ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാനുണ്ടായ പ്രധാന കാരണം? ഒന്ന്, ഹാബേൽ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു?
കാൽവറി മരണത്തെ, ആ സംഭവിക്കാനിരിക്കുന്ന കാൽവറി ക്രൂശിനെ, ആ കുഞ്ഞാടിൻ്റെ യാഗത്തെ ഹാബേൽ വിശ്വസിച്ചു. ആ യാഗത്തിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വന്നു. അടുത്ത വാക്ക് ഞാൻ പറയുന്നു, കയീൻ തൻ്റെ അധ്വാനത്തിൽ ആശ്രയിച്ചപ്പോൾ, തൻ്റെ സ്വയനീതിയിൽ ആശ്രയിച്ചപ്പോൾ, ഹാബേൽ ക്രിസ്തുവേശുവിലൂടെയുള്ള നീതീകരണത്തെ ആശ്രയിച്ചു. റോമർ 8 ഹാബേൽ ചെയ്തത്. സ്വയനീതിയിൽ ആശ്രയിക്കാതെ ക്രിസ്തുവേശുവിലുള്ള നീതീകരണത്തിൽ ഹാബേൽ ആശ്രയിച്ചിട്ട് ആ യാഗത്തിൻ്റെ മീതെയാണ് ദൈവത്തിൻ്റെ തീ ഇറങ്ങി വരുന്നത്. നിങ്ങളുടെ ഹൃദയം തുറന്നു പറയുന്നു, ഈ സ്വയനീതി ദൈവത്തിൽ നിന്നുമുള്ളതല്ല. നമ്മളെ നീതിമാനാക്കുന്നത് സർവശക്തനായ നമ്മുടെ ദൈവമാണ്. ആ ക്രിസ്തുവേശുവിലൂടെയാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടത്. എത്ര കടുംചുവപ്പായ പാപവും ഹിമം പോലെ വെളുപ്പിക്കുന്നത് യേശു കർത്താവിൻ്റെ രക്തമാണ്. ഇനി ആരാധന എന്നുള്ളതിന് ഒരു പദം കൂടെ തൊട്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ആരാധന എന്നുള്ളതിന് ഗ്രീക്കിലും എബ്രായ പദത്തിലും ഈ ശാഖ എന്ന വീടിന് പുറമെ ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം അത് കവാക്ക് എന്ന പദമാണ്. കവാക്ക് എബ്രായ പദത്തിൽ പ്രൊസ്കുനിയോ എന്ന് പറയും, ഗ്രീക്കിൽ പ്രൊസ്കുനിയോ എന്ന് പറയും, എബ്രായ പദത്തിൽ കവാക്ക് എന്ന് പറയും. കവാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം കെട്ടിപ്പിടിക്കുക എന്നുള്ളതാണ്. ഹഗ് ചെയ്യുക, ടൈറ്റായിട്ട് ഹഗ് ചെയ്യുക. ഇനി ചിന്തിച്ചേ, എന്താണ് ആരാധന? എൻ്റെ പിതാവിനെ, ആ വിശുദ്ധിയിൽ ഭയങ്കരനായവനെ, ആരാധനയ്ക്ക് യോഗ്യനായവനെ ടൈറ്റായിട്ട് ഹഗ് ചെയ്ത് അവൻ്റെ കവിൾത്തടങ്ങളിൽ ചുംബിക്കാൻ പറ്റുന്ന ആ അനുഭവത്തെയാണ് ആരാധന എന്ന് പറയുന്നത്. ഇനി എൻ്റെ ചോദ്യം, ആർക്കാണ് നമ്മുടെ പിതാവിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നത്? നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമുക്കാർക്കും യോഗ്യതകളില്ല, നമ്മളാരും 100% വിശുദ്ധിയിൽ ജീവിക്കുന്നവരല്ല. നമുക്കെങ്ങനെയാ ദൈവത്തെ കെട്ടിപ്പിടിക്കാനുള്ള പ്രാഗൽഭ്യമുണ്ടാകും? നമ്മൾക്ക് തെറ്റുപറ്റാറില്ലേ? നമ്മൾക്ക് പാപം സംഭവിക്കാറുണ്ട്, തെറ്റ് പറ്റാം. പക്ഷേ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ, അവിടെ ഒരു തെറ്റ് പറ്റി എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും ഈ തെറ്റ് പറ്റുമ്പോൾ അതിൻ്റെ ബോധ്യതയില്ലാത്തതാണ്. പരിശുദ്ധാത്മാവ് പലരിലും ഇല്ലാത്തത് കൊണ്ടാണ് ഒരു തെറ്റ് പറ്റുമ്പോൾ, തെറ്റ് പറ്റാതിരിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, തെറ്റ് പറ്റുമ്പോൾ തെറ്റ് പറ്റി എന്നൊരു ബോധ്യമില്ലാത്തതിൻ്റെ കാര്യം അവരിൽ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ഒരു ചെറിയ കാര്യം, ഒരു മനുഷ്യനോട് പറഞ്ഞ വാക്ക് ആ പറയാൻ പാടില്ലായിരുന്നു, പറഞ്ഞതിന് ശേഷം അങ്ങനെ തോന്നുന്നെങ്കിൽ, ആ മനസാക്ഷി നിന്നെ കുറ്റം വിധിക്കുന്നെങ്കിൽ, നിന്റെ അകത്തൊരു പരിശുദ്ധാത്മാവുണ്ട്. ആ തെറ്റ്, ആ ബോധ്യം വന്നാൽ ഉടനെ കർത്താവേ ക്ഷമിക്കണമേ, തുറന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കേണ്ട കാര്യമാണെങ്കിൽ, അപ്പോളജീസ് ആവശ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ തുറന്ന മനുഷ്യനെ വിളിക്കണം. യാഗം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സഹോദരനോട് എന്തെങ്കിലും ഇടർച്ചയുണ്ടെങ്കിൽ ആ യാഗവസ്തു അവിടെ വെച്ചിട്ട് പോയി അവനോട് നിരപ്പ് പ്രാപിക്കണം. ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്കത് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വാക്ക്, ഒരു നോട്ടം, ഒരു സംസാരം, ഒരു വ്യക്തിയുമായി ചെറിയ മുറിവ്, ഏതെങ്കിലും ഒന്ന് നിന്നിൽ തെറ്റ് സംഭവിച്ചു എന്ന് ബോധ്യം വരുന്നെങ്കിൽ, അപ്പോളജീസ് ആവശ്യപ്പെടേണ്ട കാര്യമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഫോൺ വിളിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്ത് ആ തെറ്റിൽ ഒരു നിരപ്പ് പ്രാപിക്കണം. അല്ലാത്ത പക്ഷം കർത്താവെ തെറ്റ് പറ്റിയെന്ന് ബോധ്യം വന്നതൊരു വലിയ ഗ്രേസ് ആണ്. കർത്താവ് നിങ്ങളിൽ സ്നേഹിക്കുന്നത് കൊണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉള്ളത് കൊണ്ടാണ് ആ തെറ്റ് പറ്റിയെന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നത്. തെറ്റ് പറ്റിയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, തെറ്റ് പറ്റി എന്ന ബോധ്യം ഉണ്ടാകുന്നത് ഒരു വലിയ കാര്യമാണ്. ആ ബോധ്യം വരുമ്പോൾ കർത്താവെ തെറ്റ് പറ്റിപ്പോയി, എനിക്കൊരു അബദ്ധം പറ്റി, എൻ്റെ നാവ് എൻ്റെ കൺട്രോളിൽ നിന്നും പോയി, എൻ്റെ നോട്ടം, എൻ്റെ ജഡം അതിനെ എൻ്റെ ആത്മാവ് കൊണ്ട് ജഡത്തെ ജയിക്കാൻ പറ്റിയില്ല, തെറ്റുപറ്റിപ്പോയി. ഈ തെറ്റ് പറ്റിയെന്ന ബോധ്യം നിങ്ങൾക്ക് തോന്നുമ്പോൾ അവിടെ നടി കർത്താവ് ഇത് തുറന്ന് സമ്മതിച്ചിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ആശ്രയിക്കുക. ഞാൻ 2 ഉദാഹരണം ഞാൻ പറയാം. വീട്ടിൽ നിന്നും തൻ്റെ സ്വത്തെല്ലാം കൂടെ മേടിച്ച്, തൻ്റെ അവകാശങ്ങളെല്ലാം കൂടെ മേടിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി, തൻ്റെ സ്വത്തും അവകാശങ്ങളും എല്ലാം അവസാനിച്ചപ്പോൾ, താൻ അവസാനം പന്നിക്കൂട്ടിൽ പന്നിയുടെ ഭക്ഷണം കഴിച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ, തൻ്റെ അപ്പനെക്കുറിച്ചും അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും അവിടെ വേലക്കാരെ തിന്ന് ശേഷിപ്പിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും ഓർത്തപ്പോൾ, താൻ ചെയ്ത തെറ്റ് മനസ്സിലായപ്പോൾ അവൻ ഉടനടി ദൈവത്തിലേക്ക് ഓടി, അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഓടി. ഓടുന്ന വഴിക്ക് അവൻ ഒരു ടാപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് അവൻ തന്നെ കുളിച്ചില്ല, അവൻ മുടി വെട്ടിയില്ല, അവൻ വിശുദ്ധനാകാൻ ശ്രമിച്ചില്ല. അവൻ എങ്ങനെയാണോ അവൻ്റെ അശുദ്ധി, അവന് തെറ്റ് ബോധ്യം വന്നപ്പോൾ അവനറിയാം, വീട്ടിൽ ചെന്നാൽ എൻ്റെ അപ്പൻ എന്നെ പുതിയ വസ്ത്രം അണിയിക്കും. ഞാനിപ്പോൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം അശുദ്ധിയുടെ വസ്ത്രമാണ്. ഞാനിപ്പോൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ അഴുക്കുണ്ട്. എന്നാൽ അഴുക്കില്ലാത്ത വിശുദ്ധിയായ പുതിയ വസ്ത്രം, പുതിയ ഭക്ഷണം, പുതിയ മോതിരം, പുതിയ ചെരുപ്പ്
എൻ്റെ പിതാവ് എന്നെ അണിയിപ്പിക്കും എന്ന ബോധ്യത്തിൽ അവൻ ഓടിച്ചെല്ലുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന പുതിയ വസ്ത്രം നിങ്ങൾ തുന്നരുത്, ദൈവത്തിൽ നിന്നും പ്രാപിക്കുക. നിങ്ങളാൽ കഴിയാത്ത ആ വിശുദ്ധീകരണത്തിലേക്ക് ദൈവം നിങ്ങളെ നയിക്കും. ആ വീടിനകത്ത് ഓടിച്ചെന്ന് ആ മുടിയൻ പുത്രനും പിതാവും, മുടിയൻ പുത്രൻ എന്നുള്ള പദം അതിൽ ക്ഷമിക്കണം, ഞാൻ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാകാൻ നമ്മളിട്ട പേരാണെങ്കിലും ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ആ മകനും ആ പിതാവും ആ ടൈറ്റായിട്ടുള്ള ഹഗ് ചെയ്യുന്ന ആ ഒരു നിമിഷമുണ്ട്. അതാണ് പിതാവ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത്. നിനക്കൊരു തെറ്റ് പറ്റുമ്പോൾ എൻ്റെ ദൈവം കരയുന്നതിലും നീ ആ തെറ്റും മനസ്സിലാക്കാത്തപ്പോഴാണ് സ്വർഗം ഏറ്റവും അധികം വിഷമിക്കുന്നത്. ഒരു തെറ്റ് പറ്റി അത് സമ്മതിക്കുന്ന നിമിഷം, പിതാവേ എന്നെ ഒന്ന് കഴുകണമേ എന്നുള്ള ആ നിലവിളിയുടെ നിമിഷം, എൻ്റെ കർത്താവും സ്വർഗവും ദൂതന്മാരും ഒരുമിച്ച് സന്തോഷിക്കുന്ന ദിവസമാണ്. ആ സമയം സ്വർഗത്തിലൊരു വലിയ കല്യാണ വീട് പോലെയാണ്. പുതിയ ആടുകളെ ഈ ആടർക്കും പുതിയ അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ മുടിയമ്പുത്രം മടങ്ങി വന്നപ്പോൾ ഒരു കല്യാണ വീട് പോലെയായി. അവിടെ വേലക്കാരെല്ലാം കൂടെ കാളയെ അറുക്കുകയാണ്, ഒരു കല്യാണ വീട് പോലെ. എപ്പോൾ നിന്റെ തെറ്റ് നീ സമ്മതിക്കുന്നു, ദൈവത്തിലേക്ക് ഓടി വരാൻ മനസ്സ് കാണിക്കുന്നു, സ്വർഗത്തിലൊരു വലിയ കല്യാണശാല ഒരുങ്ങുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഓടി കർത്താവിലേക്ക് വരിക, ടൈറ്റായിട്ട് അവനെ ഹഗ് ചെയ്യുക. നിനക്കെപ്പോഴും കെട്ടിപ്പിടിക്കാൻ ഭാഗത്തിന് കൈകൾ വിരിച്ച് നിന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട് എന്നൊരു ബോധ്യം നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ സമയപരിധി ഇല്ലാത്തത് കൊണ്ട്, പരിമിതി ഉള്ളത് കൊണ്ട് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഒരു വേശ്യാസ്ത്രീയെ വേശ്യാവൃത്തിയിൽ അവർ പിടിക്കപ്പെട്ടു. അവൾ ചെയ്ത തെറ്റാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള നിയമമുള്ളത് കൊണ്ട് ആളുകൾ കല്ലെടുത്ത് പിടിച്ച് ഇവളുടെ പുറകെ ഓടി വരികയാണ്. ഇവൾ ഓടി വരുമ്പോൾ ഇവിടെ നോക്കുന്നത് യേശുവിലേക്ക് നോക്കിയാണ് ഓടി വരുന്നത്. അത് ഏത് പ്രോസ്റ്റിറ്റ്യൂട്ടിനും, ഏത് വലിയ പാപിക്കും, ഏത് വലിയ വ്യഭിചാരിണി സ്ത്രീക്കും, എത്ര വലിയ കൊടും പാപിക്കും ഓടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ കർത്താവിൻ്റെ സ്ഥലത്തേക്കാണ്. നോക്കണം, എന്തുകൊണ്ടായിരിക്കും അവൾ യേശുവിലേക്ക് ഓടി വന്നത്? കൂടെ അവളുടെ പുറകെ വരുന്ന അത്രയും ക്രൗഡിൻ്റെ, അത്രയും ആൾക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ പോലും കല്ലില്ലാതിരുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ കല്ലുകളുണ്ട്. എന്നാൽ കല്ലില്ലാതെ ഒരാൾ മാത്രം അവിടെ ഉണ്ട്, അത് യേശു മാത്രമാണ്. അവൾക്കറിയാം, യേശുവിലേക്ക് ഓടി ചെന്ന് കഴിഞ്ഞാൽ യേശു കല്ല് പെറുക്കി എറിയില്ല. കാര്യം അവൻ്റെ കയ്യിൽ കല്ലിപ്പോൾ ഇല്ല. വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങളെ കല്ലെറിഞ്ഞ് നിങ്ങളുടെ രക്തം വാർന്ന് അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ക്രൂരനാകുന്നൊരു ദൈവമല്ല. തെറ്റുപറ്റിയെന്ന് തോന്നുമ്പോൾ ഓടി വരുന്ന ഒരു വേശ്യ സ്ത്രീ, ഒരു പാപിനിയായ സ്ത്രീ, തെറ്റുപറ്റിയെന്ന് തോന്നുമ്പോൾ ഓടി വരുന്ന ഒരു കൊടും പാപിയെ വിശുദ്ധീകരിക്കാൻ യേശുവിൻ്റെ രക്തവുമായി കഴുകാൻ നിൽക്കുന്ന ഒരു പിതാവിനെയാണ് നിങ്ങൾ കാണേണ്ടത്. 100 ആടുകളിൽ 99 ആടുകൾ കൃത്യമായ യജമാനൻ്റെ കൂടെ നടന്നു. അതിലൊരാടെന്ത് പറ്റി? അദ്ദേഹത്തിൻ്റെ ആ ആടിൻ്റെ വഴിതെറ്റി അവസാനം ഒരു കാട്ടിൽ പെട്ടുപോയപ്പോൾ തൻ്റെ കഴിവിനാൽ നടന്ന് വീട് തേടി പിടിക്കാതെ ആ കാടിനകത്തും ആ മുള്ളിനിടയിലും യജമാനൻ വരുന്നത് കാത്തിരിക്കുന്നൊരാട്. യജമാനൻ വരുമെന്നും തന്നെ തോളിലെടുത്തുകൊണ്ട് വീട് വരെ കൊണ്ടെത്തിക്കുമെന്നും ഈ ആടിന് വളരെ കൃത്യമായിട്ടറിയാം. നിങ്ങളോട് പറയുന്നു, സ്വയനീതിയിൽ ആശ്രയിക്കാതെ ദൈവനീതിയിൽ ആശ്രയിക്കുക. നിന്നെ നീതീകരിച്ചത് കർത്താവാണ്, നിന്നെ നീതീകരിച്ചത് പിതാവാണ്. ആ പിതാവിലും ആ കർത്താവിലും ആശ്രയിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, ഒരു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകൻ തിരികെ വന്ന് പിതാവിനെ കെട്ടിപ്പിടിച്ചതുപോലെ, ടൈറ്റായിട്ട് ഹഗ് ചെയ്തതുപോലെ ഇന്ന് പിതാവിനെ ഒന്ന് ഹഗ് ചെയ്യാൻ എത്ര പേർക്ക് പറ്റി? ഞാൻ അവരോട് പറയുമ്പോൾ ഈ മുറിഞ്ഞു പോയ ബന്ധങ്ങൾ റീസ്റ്റാർട്ട് ആവുകയാണ്. ലൈഫിൽ നഷ്ടമായി പോയ ബന്ധങ്ങൾ, പിതാവുമായിട്ടുള്ള ബന്ധങ്ങൾ. പ്രാർത്ഥന ലൈഫ് കുറഞ്ഞു പോയവരുണ്ടോ? വിശുദ്ധ ജീവിതത്തിൽ പുറകോട്ട് പോയവരുണ്ടോ? കർത്താവിലേക്ക് അടുക്കാൻ പറ്റാത്തതുപോലെ എവിടെയെങ്കിലും ഒരു വലിയ വിള്ളൽ വീണവരുണ്ടോ? ഇന്ന് ഈ വചനം നിങ്ങളെ ഹീൽ ചെയ്യുകയാണ്. നിങ്ങൾ ഒരിക്കലും ഓടി അകലരുത്, ഈ കുറ്റബോധത്തിൽ വീണുപോകരുത്. അനുദപിക്കുക, കർത്താവിലേക്ക് അടുത്ത് വരിക. വിരിച്ച കൈകളോടെ നിന്നെ സ്വീകരിക്കാനും കെട്ടിപ്പിടിക്കാനും നിൽക്കുന്ന ഒരു പിതാവിനെ നിങ്ങൾ കാണുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. ഇതിനകത്ത് പ്രാർത്ഥന വിഷയങ്ങളുള്ളവരുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ നിങ്ങളത് അറിയിക്കുകയോ വാട്സപ്പിൽ ഞങ്ങൾക്ക് അറിയിക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഹൃദയങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ച്, കണ്ണുകൾ അടയ്ക്കാൻ പറ്റുന്നവർ കണ്ണുകൾ അടയ്ക്കുക. ആ ഹൃദയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് കൊടുത്തേ. 2 പദങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അവൻ വിശുദ്ധിയിൽ അതിഭയങ്കരനാണ്, അവനെ ബഹുമാനിക്കുക. ശാഖ എന്ന വീട്, ഞാൻ ആ പദത്തെ അങ്ങനെ തന്നെ ഞാൻ കൈമാറുന്നു. അവൻ വിശുദ്ധിയിൽ ഭയങ്കരനാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ ദൈവത്തെ ഒന്ന്
അംഗീകരിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച്, അവൻ മാത്രമാണ് വിശുദ്ധി, അവൻ മാത്രമാണ് വിശുദ്ധിയിൽ അതിഭയങ്കരൻ, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രമാണ് എറ്റേണൽ ഫാദർ, അവൻ മാത്രമാണ് നീതിമാൻ. ആ ആ ആ ബോധ്യത്തിൽ അവനെ ഒന്ന് ബഹുമാനിച്ചേ. ഹൃദയം കൊണ്ട്, കർത്താവേ, നീ മാത്രമാണ് വിശുദ്ധിയിൽ അതിഭയങ്കരൻ, നിങ്ങളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. നീ മാത്രമാണ് നിത്യപിതാവ്, വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകനെ സ്വീകരിച്ചതുപോലെ വീണ്ടും പിതാവെ എന്നെ മകനായി സ്വീകരിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് രണ്ടാമത്തെ പദം അവൻ പ്രസ്കുനിയോ അഥവാ അവൻ 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 കവാഖ് എന്ന പദമാണ്. കെട്ടിപ്പിടിക്കുക, ഒരു പിതാവിനെ കെട്ടിപ്പിടിക്കുക. യാബോക്കിൽ അവൻ ദൂതനുമായി അവൻ അവൻ യാക്കോബ് മല്ല് പിടിച്ചതുപോലെ ദൈവത്തെ ഒന്ന് ടൈറ്റായിട്ട് ഹഗ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഒന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട് ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റുന്നവരൊന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ തോളിലേക്കൊന്ന് ചാരിക്കടന്നൊന്ന് കരഞ്ഞുകൊണ്ട്, കർത്താവേ, തെറ്റുപറ്റി, എനിക്ക് എവിടേക്കോ ചില നോട്ടങ്ങളിൽ എവിടേക്കോ ഒരു അബദ്ധം പറ്റി, ഞാൻ എൻ്റെ കഴിവിൽ നീതീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, നീ എന്നെ ഇവിടെ നിന്ന് ശുദ്ധീകരിക്കണം. അവൻ മടങ്ങി വന്ന മകന് പുതിയ വസ്ത്രം യജമാനൻ അപ്പൻ അണിയിപ്പിച്ച് കൊടുത്തതുപോലെ സ്വർഗത്തിൽ നിന്നുള്ള വിശുദ്ധിയുടെ വസ്ത്രം എന്നെ ഇവിടെ നിന്ന് അണിയിക്കണമെന്ന് പ്രാർത്ഥിച്ച്